എഡ്യൂ ട്രാവലേറ്റിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ തന്നെ ഇംപ്രൂവ്മെന്റ് എക്സാമിനെ പറ്റി, +1 ഇംപ്രൂവ്മെന്റ് എക്സാമിനെ പറ്റിയാണ് എനിക്ക് നിങ്ങളോട് ഇന്ന് സംസാരിക്കാനുള്ളത്. ആ ഇംപ്രൂവ്മെന്റ് എക്സാമിനെ നിങ്ങൾ എങ്ങനെ അഭിമുഖീകരിക്കണം, അതിന് നടത്തേണ്ട പ്രിപ്പറേഷൻസ് എന്തൊക്കെയാണ്, അതിന്റെ സാധ്യതകൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ അത് നമ്മൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്, അതിന് എങ്ങനെ നമ്മൾ ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്യും എന്നൊക്കെയാണ് ഇന്ന് എനിക്ക് നിങ്ങളോട് സംസാരിക്കാനായിട്ടുള്ളത്. Hey there. Subscribe to my channel and also press this bell icon. പ്രധാനമായും 3 തരത്തിലുള്ള സ്റ്റുഡൻസ് ആണ് ഇംപ്രൂവ്മെന്റ് എക്സാം അപ്പിയർ ചെയ്യുന്നത്. ഫെയിൽ ആയ സ്റ്റുഡൻസ് കാണും, അതുപോലെ തന്നെ ജസ്റ്റ് പാസ് മാർക്ക് കിട്ടിയ സ്റ്റുഡൻസ് കാണും, അതുപോലെ തന്നെ 85% മാർക്ക് അവർക്ക് A+ വേണമെന്ന് ആഗ്രഹിച്ച് ഇംപ്രൂവ്മെന്റ് എക്സാം എഴുതുന്നവരും കാണും. ഇംപ്രൂവ്മെന്റ് എക്സാം എഴുതുന്ന സ്റ്റുഡൻസിനെ ഞാൻ 2 കാറ്റഗറി ആയിട്ട് തിരിക്കുകയാണ്. ഒന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ഫെയിൽ ആയ സ്റ്റുഡൻസ് ആണ്. അവര് ഫോളോ ചെയ്യേണ്ട പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു രീതിയിലും, രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ജസ്റ്റ് പാസ് മാർക്ക് കിട്ടിയ സ്റ്റുഡൻസും അതുപോലെ തന്നെ A+ പ്രതീക്ഷിച്ച് എക്സാം എഴുതുന്ന സ്റ്റുഡൻസും ആണ് രണ്ടാമത്തെ കാറ്റഗറിയിൽ പെടുന്നത്. അവര് ഫോളോ ചെയ്യേണ്ട ഒരു പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് മറ്റൊരു രീതിയിലുമായിരിക്കണം. +1 ഇംപ്രൂവ്മെന്റ് എക്സാമിന്റെ പ്രിപ്പറേഷൻസിനെ പറ്റിയും അതുപോലെ അതിന്റെ ടിപ്സിനെ പറ്റിയും പറയുന്നതിന് മുമ്പായിട്ട് തന്നെ ഈ +1 ഇംപ്രൂവ്മെന്റ് എക്സാമിന്റെ സാധ്യതകളെ പറ്റിയും പറയാതെ എനിക്ക് അതിലേക്ക് കടക്കാനായിട്ട് പറ്റില്ല. നമുക്കറിയാം, നമ്മളുടെ +1 +2 എക്സാമിന്റെ ഗ്രേഡ് നിശ്ചയിക്കുന്നത് +1 +2 മാർക്ക് ആഡ് ചെയ്തിട്ടാണ്. സിലബസ് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ +2 അപേക്ഷിച്ച് +1 ഏറ്റവും കൂടുതൽ സിലബസ് കുറവ്, അല്ലെങ്കിൽ പഠിക്കുവാനുള്ള പോർഷൻസ് കുറവായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത് +1 തന്നെയാണ്. അഥവാ നിങ്ങളുടെ +1 പബ്ലിക് എക്സാമിന് കിട്ടിയ മാർക്ക് കുറവാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു +1 ഇംപ്രൂവ്മെന്റ് എക്സാം വഴി കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ നിങ്ങളെ സഹായിക്കും. പബ്ലിക് എക്സാമിനെ അപേക്ഷിച്ച് ഇംപ്രൂവ്മെന്റ് എക്സാമിന്റെ വാല്യുവേഷൻ കുറച്ചുകൂടി ലിബറലാണ്. അതും ഈ ഇംപ്രൂവ്മെന്റ് എക്സാമിന്റെ ഒരു ബെനിഫിറ്റ് ആയിട്ട് നമുക്ക് എടുക്കാം. അതുമാത്രമല്ല, ക്വസ്റ്റ്യനും ഏകദേശം കുറച്ചുകൂടി സിമ്പിൾ ആയിട്ടുള്ള ആയിരിക്കും കിട്ടുന്നത്. ഫസ്റ്റ് ഇയർ പബ്ലിക് എക്സാമിന് ഫെയിൽ ആയ ഒരു സ്റ്റുഡന്റിന് വിജയിക്കുവാനും അതുപോലെ തന്നെ കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാനും ഈ +1 ഇംപ്രൂവ്മെന്റ് എക്സാം വഴി സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 3 സബ്ജക്റ്റിന് ഫുൾ A+ കിട്ടിയതും അതുപോലെ 4 സബ്ജക്റ്റിന് A+ കിട്ടിയവർക്കും ഫുൾ A+ വാങ്ങുവാൻ ഉള്ള ഒരു ഓപ്പർച്യൂണിറ്റിയും ഈ +1 ഇംപ്രൂവ്മെന്റ് എക്സാമിലൂടെ കിട്ടുന്നുണ്ട്. 3 സബ്ജക്റ്റുകളാണ് +1 ഇംപ്രൂവ്മെന്റ് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഇത് 3ഉം നിങ്ങൾ അപ്ലൈ ചെയ്യണം എന്നാണ് എന്റെ അഭിപ്രായം. കാരണം അത് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത് +1 തന്നെയാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ മാർക്ക് സ്കോർ ചെയ്ത് നിങ്ങൾ +1 തന്നെ സേഫ് ആകുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതൊക്കെയാണ് +1 ഇംപ്രൂവ്മെന്റ് എക്സാമിന്റെ പ്രധാനപ്പെട്ട ബെനിഫിറ്റുകൾ. ഇനി എനിക്ക് പറയുവാനുള്ളത്, ഇംപ്രൂവ്മെന്റ് എക്സാം എങ്ങനെ നമ്മൾക്ക് പ്രിപ്പയർ ചെയ്യാം, അതിന് ചില ടിപ്സുകളുണ്ട്. അതനുസരിച്ച് നിങ്ങൾ ഫോളോ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഇംപ്രൂവ്മെന്റ് എക്സാമിന് വേണ്ടി മുടക്കിയ എമൗണ്ടിന് നിങ്ങൾക്ക് പ്രയോജനമുണ്ടാകണം. എങ്ങനെ ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യാം? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫസ്റ്റ് കാറ്റഗറി ഓഫ് സ്റ്റുഡൻസിനെ നമ്മൾക്ക് എടുക്കാം. ദാറ്റ് മീൻസ് ഫെയിൽ ആയ സ്റ്റുഡൻസിന് എങ്ങനെ വിജയിക്കാം, കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാം. അവർ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം ഒരു ആത്മവിശ്വാസം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. നമ്മൾക്ക് നമ്മളിൽ തന്നെ ഒരു വിശ്വാസം ഉണ്ടാക്കിയെടുക്കുക, ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ക്രിയേറ്റ് ചെയ്യുക, ഒരു പോസിറ്റീവ് മൈൻഡ് ഉണ്ടാക്കിയെടുക്കുക. എങ്കിൽ മാത്രമേ നമ്മൾ ഇനി സെറ്റ് ചെയ്യാൻ പോകുന്ന ഒബ്ജക്റ്റീവിന് ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാകത്തുള്ളൂ. മറ്റുള്ളവന്റെ കണ്ടെഴുതാം അല്ലെങ്കിൽ കോപ്പി വെച്ചെഴുതാം എന്നൊക്കെ ചിന്തിക്കുന്ന ചില സ്റ്റുഡൻസ് ഉണ്ട്. അത് ഒരു പരീക്ഷണം മാത്രമാണ്. ഒരിക്കലും അതിലേക്ക് പോകാതിരിക്കുക. മനസ്സുകൊണ്ട് നിങ്ങൾ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ആവുക. പഠിക്കുവാൻ ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് കളക്ട് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് ക്രിയേറ്റ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഫോർ യുവർ എക്സാം. സെക്കൻഡ് വൺ, സെറ്റ് എ ടൈം ടേബിൾ. ഒരു കൃത്യമായിട്ടുള്ള ഒരു ടൈം ടേബിൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്.
ഒരു ദിവസം 24 hours ഉണ്ട്. ഇതിൽ 8 hours തീർച്ചയായും നിങ്ങൾ ഉറങ്ങണം. ബാക്കിയുള്ള 16 hours പകുതി നിങ്ങൾ ഇംപ്രൂവ്മെന്റ് എക്സാമിന് വേണ്ടി യൂസ് ചെയ്യുക. ദാറ്റ് മീൻസ് 8 hours മിനിമം 1 day നിങ്ങൾ ഇതിനു വേണ്ടി മാറ്റിവെക്കുക. കോവിഡ് കാരണം ഓൺലൈൻ ക്ലാസ് ആണ് ഇപ്പോൾ കണ്ടക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും വീട്ടിൽ തന്നെയാണ്. കൂടുതൽ ടൈം നിങ്ങൾക്ക് യൂസ്ഫുൾ ആക്കാൻ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് പറ്റും. ഈ വീഡിയോ എടുക്കുന്നത് November 22 ഇനി എക്സാമിലേക്ക് ഒരു 28 ദിവസം നമുക്കുണ്ട്. ഈ 28 ദിവസം ഒരു ദിവസം 8 മണിക്കൂർ വെച്ച് ഏകദേശം ഒരു 250ഓളം മണിക്കൂറുകൾ നമ്മൾക്ക് ഇംപ്രൂവ്മെന്റ് എക്സാമിന് വേണ്ടി കിട്ടുകയാണ്. ഈ 250 മണിക്കൂറുകൾ 3 സബ്ജക്റ്റുകൾ പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. ഒരു സബ്ജക്റ്റ് പഠിക്കുന്നതിന് ഏകദേശം ഒരു 80 മണിക്കൂർ നമ്മൾക്ക് കിട്ടുന്നു. 80 മണിക്കൂർ ഒരു സബ്ജക്റ്റിന് കിട്ടുമ്പോൾ ഏകദേശം ഒരു സബ്ജക്റ്റിന് ഒരു 10 ചാപ്റ്റർ മിനിമം കാണുമായിരിക്കും. അപ്പോൾ ഒരു ചാപ്റ്ററിന് നിങ്ങൾക്ക് കിട്ടുന്നത് 8 hours ആണ്, 8 മണിക്കൂർ. ഇന്ന് നിങ്ങൾ ടൈം ടേബിൾ സെറ്റ് ചെയ്ത് നിങ്ങളുടെ പഠിത്തം തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു സബ്ജക്റ്റ് പഠിക്കാൻ 80 മണിക്കൂറുകളുണ്ട്. ഒരു ചാപ്റ്റർ പഠിക്കാൻ ഏകദേശം ഒരു 8 മണിക്കൂർ നിങ്ങൾക്കുണ്ട്. അതനുസരിച്ച് വേണം നിങ്ങൾ നിങ്ങളുടെ ടൈം ടേബിൾ സ്റ്റാർട്ട് ചെയ്യാൻ. ഒരു ചാപ്റ്റർ പഠിക്കുന്നതിന് 8 മണിക്കൂർ, ഒരു സബ്ജക്റ്റ് പഠിക്കുന്നതിന് 80 മണിക്കൂർ, 28 ദിവസങ്ങൾ കൊണ്ട് 3 സബ്ജക്റ്റും നിങ്ങൾ പഠിച്ചു തീർക്കുക. ഏത് ടൈമാണ് നമ്മൾ പഠിക്കുവാൻ വേണ്ടി യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് ഒരു ചോദ്യമാണ്. എൻ്റെ സ്റ്റുഡൻസിനോട് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് മോർണിംഗ് ടൈമാണ്. മോർണിംഗ് 4 o'clock മുതൽ 7 o'clock വരെ ഏറ്റവും എനർജറ്റിക് ടൈമാണ് പഠിക്കുന്നതിന് വേണ്ടിയിട്ട്. ആ ഒരു ടൈം എന്ന് പറയുന്നത് ഫ്രഷ് മൈൻഡോട് കൂടി ഇരുന്ന് നമുക്ക് പഠിക്കുവാനായിട്ട് പറ്റും. 4 മണിക്ക് വെളുപ്പിനെ എണ്ണീക്കുക എന്ന് പറയുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. എങ്കിലും ആ ഒരു ടൈമിൽ നിങ്ങൾ കഷ്ടപ്പെട്ട് എണ്ണീറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ടൈമാണ് നിങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളത്. മോർണിംഗ് 4 മണിക്ക് പഠിക്കാൻ തുടങ്ങിയാൽ 7 മണി വരെ പഠിക്കുക. അല്ലെങ്കിൽ 4:30 എണീറ്റാലും ഒരു 7:30 വരെ നിങ്ങൾക്ക് പഠിക്കാം. 3 മണിക്കൂർ നമ്മൾക്ക് മോർണിംഗ് അവിടെ കിട്ടുകയാണ്. പിന്നീട് 10 മണി മുതൽ 12:30 വരെ നിങ്ങൾക്ക് ഈ ടൈം യൂസ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ് ഒക്കെ നടക്കുന്നുണ്ട്. അതിന്റെ ടൈം അഡ്ജസ്റ്റ് ചെയ്ത് വേണം ഈ 7:30 മുതൽ 12:30 വരെയുള്ള ടൈമിൽ 2 hours അല്ലെങ്കിൽ 2.5 മണിക്കൂറെങ്കിലും നമ്മൾ അവിടെ ഉപയോഗിക്കണം. ബാക്കിയുള്ള ടൈം നിങ്ങൾക്ക് നിങ്ങളുടെ +2 ഓൺലൈൻ ക്ലാസ്സിന് വേണ്ടിയിട്ടും അതുപോലെ നിങ്ങൾ ഫുഡ് കഴിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഉച്ചയ്ക്ക് ശേഷം 2:30 മുതൽ ഒരു 4:30 വരെ നിങ്ങൾക്ക് പഠിക്കാനുള്ള ടൈമായിട്ട് യൂസ് ചെയ്യാം. 4:30 മുതൽ 6:30 വരെയുള്ള ടൈം നിങ്ങൾക്ക് എന്തെങ്കിലും കളിക്കുകയോ എന്റർടൈൻമെന്റ് ആക്ടിവിറ്റീസിലേക്ക് നിങ്ങൾക്ക് എൻഗേജ്ഡ് ആവാം. ഫ്രഷ് ആയതിനു ശേഷം 7:30 മുതൽ 8:30 വരെ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് യൂസ് ചെയ്യാം. രാവിലെ എണ്ണീറ്റത് കൊണ്ട് നിങ്ങൾക്ക് വേറെ 9 മണിക്കോ അല്ലെങ്കിൽ 9:30 നിങ്ങൾക്ക് കിടന്ന് ഉറങ്ങാവുന്നതാണ്. ചില സ്റ്റുഡൻസിന് ഒട്ടും രാവിലെ എണ്ണീറ്റ് പഠിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർ നൈറ്റ് ഇരുന്ന് പഠിക്കാം. നൈറ്റ് ഇരുന്ന് പഠിക്കുന്നവരോട് ഞാൻ ഫുഡ് ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറയാറുണ്ട്. നൈറ്റ് ഇരുന്ന് പഠിക്കുന്ന കുട്ടികൾ കൂടുതലായി ഫുഡ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുൾ ക്ഷീണമായിരിക്കും. അത് നിങ്ങളുടെ പഠിത്തത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഇങ്ങനെയാണ് നിങ്ങളുടെ എക്സാമിന് വേണ്ടിയിട്ട് ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്യുന്നത്. കൃത്യമായ ഒരു ടൈം ടേബിൾ ഫ്രെയിംവർക്കിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ പഠനത്തെ ക്രമീകരിക്കാവുന്നതാണ്. ആദ്യം ഞാൻ പറഞ്ഞത് ഒരു മെന്റൽ ആറ്റിറ്റ്യൂഡ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത് ഞാൻ പറഞ്ഞത് ടൈം ടേബിൾ, കൃത്യമായ ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി മൂന്നാമത് ഞാൻ പറയുന്നത് സെലക്റ്റീവ് സ്റ്റഡി. ഫെയിലായ ഒരു സ്റ്റുഡന്റിനോട് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് സെലക്റ്റീവ് സ്റ്റഡിയാണ്. അവർ എല്ലാം കൂടി പഠിച്ച് കുളവാക്കുന്നതിനേക്കാൾ നല്ലത്
ഓരോ ചാപ്റ്ററിൽ നിന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസ് ഏതാണ് എന്ന് കണ്ടെത്തി സെലക്റ്റീവായിട്ട് പഠിക്കുക എന്നുള്ളതാണ് അവർക്ക് കൂടുതൽ പ്രയോജനം. അതിനുവേണ്ടി നിങ്ങളുടെ ഓരോ സബ്ജക്റ്റിൻ്റെയും ടീച്ചേഴ്സിനെ കോണ്ടാക്ട് ചെയ്ത് ഏത് ചാപ്റ്ററിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ മാർക്ക് ചോദിക്കുന്നത്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സുകൾ ഏതൊക്കെയാണ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസുകൾ ഏതൊക്കെയാണ് എന്ന് മനസ്സിലാക്കി വെക്കുക. അതിനനുസരിച്ച് നിങ്ങൾ പോർഷൻ സെലക്റ്റീവായി എടുത്തതിന് ശേഷം നിങ്ങൾ അത് നന്നായി പഠിക്കുക. ആ സെലക്റ്റീവായി എടുക്കുന്ന പോർഷൻസ് കറക്റ്റായും കൃത്യമായും നിങ്ങൾ ഫോളോ ചെയ്യേണ്ടതായിട്ട് ഉണ്ട്. നാലാമതായി അവരോട് പറയാനുള്ളത് ക്രിയേറ്റ് ഷോർട്ട് നോട്ട്. ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. വലിയ നോട്ട്സ് ചിലപ്പോൾ നിങ്ങളെ കൊണ്ട് പഠിക്കാൻ പറ്റില്ലായിരിക്കും. അങ്ങനെയുള്ളത് ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മീനിങ്സും പോയിന്റ്സും അതുപോലെ പ്രോബ്ലം പേപ്പർ ആണെന്നുണ്ടെങ്കിൽ ഇക്വേഷൻസും ഒക്കെ നിങ്ങൾ ഒരു പേപ്പറിലോ അല്ലെങ്കിൽ ചെറിയൊരു ബുക്കിലോ നിങ്ങൾ ഒരു ഷോർട്ട് നോട്ടായിട്ട് തയ്യാറാക്കി വെച്ച് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ബെനിഫിറ്റ് ആയിരിക്കും. അഞ്ചാമത്തെ ടിപ്സ് എന്താണെന്ന് ചോദിച്ചാൽ വർക്കൗട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതാണ് അടുത്തതായിട്ട് പറയാനുള്ളത്. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കാണുമ്പോൾ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നതെന്നൊക്കെ നിങ്ങൾക്ക് ഒരു അവയർനെസ് കിട്ടും. അപ്പം അതിനനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ പഠനത്തെ ക്രമീകരിക്കാനായിട്ട് സാധിക്കും. ഇതൊക്കെയാണ് ഫെയിൽ ആയ ഒരു സ്റ്റുഡൻറ്റിന് ചെയ്യാൻ പറ്റുന്നത്. ആദ്യം എല്ലാത്തിനും ഉപരി ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. രണ്ടാമത് ഞാൻ പറഞ്ഞത് ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്യാൻ പറഞ്ഞു. മൂന്നാമത്തെ പറഞ്ഞത് എന്താണ്, സെലക്റ്റീവ് സ്റ്റഡി ആയിരിക്കും അവർക്ക് കുറച്ചുകൂടെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞു. പിന്നെ ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക. ഓവറായിട്ട് നമ്മൾ ഫുൾ പഠിച്ചില്ലേലും നോട്ട്സുകൾ മിനിമൈസ് ചെയ്ത് പഠിക്കുക. ഇക്വേഷൻസ് ഒക്കെ എഴുതി വെച്ച് പഠിക്കുക. ദെൻ പിന്നീട് പറഞ്ഞത് എന്താണ്, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. ഇതൊക്കെയാണ് ഒരു ഫെയിലായ സ്റ്റുഡൻറ്റിന് വിജയത്തിലേക്ക് പോകാനുള്ള ടിപ്സ് ആയിട്ട് എനിക്ക് സജസ്റ്റ് ചെയ്യാനുള്ളത്. സെക്കൻഡ് കാറ്റഗറി ഓഫ് സ്റ്റുഡൻസിനും സെയിം ടിപ്സ് തന്നെയാണ് എനിക്ക് സജസ്റ്റ് ചെയ്യാനുള്ളത്. ബട്ട് ഒരു ടിപ്പ് മാത്രം ഞാൻ മാറ്റിക്കൊള്ളട്ടെ, സെലക്റ്റീവ് സ്റ്റഡി. ഒരു സെന്റൻസ് ഉണ്ട്, എവറിത്തിങ് അബൌട്ട് സംതിങ്, സംതിങ് അബൌട്ട് എവറിത്തിങ്. 90 എബോവ് മാർക്ക് സ്കോർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ സംതിങ് അബൌട്ട് എവറിത്തിങ് എന്നുള്ള കൺസെപ്റ്റ് നിങ്ങളുടെ മനസ്സിൽ നിന്നും എടുത്തു കളയണം. നിങ്ങൾക്കുള്ള നിശ്ചിത സമയം കൊണ്ട് തന്നെ നിങ്ങളുടെ ഫുൾ പോർഷൻസും കവർ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കണം. അതിനനുസരിച്ച് നിങ്ങളുടെ പഠനത്തെ ക്രമീകരിക്കുക. വർക്ക്ഔട്ട് യുവർ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. അത് നിങ്ങളുടെ പഠനത്തെ കൂടുതൽ സഹായിക്കും. എൻ്റെ വാക്കുകൾ ഏവർക്കും പഠനത്തിന് സഹായമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.